ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. ഒരു കാർഡ് പോലെ അതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്ററി ഒക്കെ ഉള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതൊന്നുമല്ല, കുറേ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം പിൻട്രസ്റ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു A4 എടുത്തിട്ടുണ്ട്. 4 സർക്കിളായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്കിൾ കട്ട് ചെയ്യാം, ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ആ 4 എണ്ണം കേട്ടോ. നമുക്കിത് ഇതുപോലെ ഹാഫാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ റേഡിയസ് എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. ഇതാ കണ്ടോ, 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അപ്പോൾ കഴിച്ചാൽ നമ്മൾ 10 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. ഞാൻ എൻ്റെ സൈസിനുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിനെ നടുക്ക് വെക്കാനായിട്ട് വേറൊരു 8 ഇതിനകത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് ഞാൻ 8 ആക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ സൈസ് എന്താണോ അതിനകത്ത് നിന്ന് 2 1 കുറച്ചിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ 2 കുറച്ചിട്ട് 8 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കളർ കൊടുക്കാം. ഇതിന് കളറ് വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് നമുക്ക് കളർ വേണ്ട, നമുക്ക് ഇതിന് കളർ കൊടുക്കാം. അപ്പോൾ 8 സെൻറ്റിമീറ്ററുള്ള ആ ഒരു ഇതിന് സ്ക്വയറിന് ഞാൻ എന്താ കളർ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഓരോ സർക്കിൾസ് എടുത്തിട്ട് ഇതുപോലെ ഓരോ സൈഡിലായിട്ട് ഇതിൻ്റെ ഹാഫ് ബാക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ആണ് വേണ്ടത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് നിൽക്കണ പോലെയാണ് ഇത് ഒട്ടിക്കേണ്ടത്. ഇപ്പം ഇത് തുറക്കുമ്പം ഒരു തുറക്കണേ മുന്നേ തന്നെ ഒരു ലോക്ക് പോലെയൊക്കെ നിൽക്കും. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുക. ഇപ്പോൾ ലോക്കായിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക് പോലെ ആയിട്ട് ഒരു ബ്ലേഡിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ ഉണ്ട്. ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്ത് കോട്ട് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇവിടെ അല്ല എഴുതേണ്ട, വേറൊരു പേപ്പറിൽ കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ട് എന്ത് ഒക്കേഷൻ ആണോ, ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ, ആനിവേഴ്സറി ആണെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി, പിന്നെ വേറെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ, എന്നിട്ട് സെല്ലോ ടേപ്പ് അതിൻ്റെ പൊക്കത്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ജസ്റ്റ് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഇതാണ് ഞാൻ മിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കാർഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു മിസ്റ്ററി ഉണ്ടാക്കാൻ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് നമ്മുടെ പെയിൻറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ള് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഈ മെസ്സേജ് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രീതിയിലും ആ കോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഫുൾ പെയിൻറ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ടേബിൾ ചെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ഒട്ടിച്ചേക്കാം. ഞാനിപ്പോൾ ചരിച്ചൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചരിച്ചാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് മടക്കി നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ വെക്കാം. ഇപ്പോൾ ലോക്കായിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ആക്കണ വരെ അങ്ങനെ ആക്കി നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ ലോക്കാക്കി എടുത്തിട്ട് നമുക്ക് ഇവിടെ വേറൊരു ഹാർട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ഗൈസ്, ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കുന്ന മുന്നേ തന്നെ ഇതിൻ്റെ അകത്ത് തുറന്നിട്ട് ഇവിടെ ഇട്ട് സ്ക്രാച്ച് മീ ആൻഡ് റീഡ് മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാവേ. എന്നിട്ട് ഒരു കോയിനും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇതൊന്ന് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഗൈസ്, ഞാൻ ആദ്യം വെച്ചപ്പോഴേക്കും ഇത് എഴുതുന്ന ആദ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചരിച്ചത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തൊരു കോയിൻ കൂടെ വെച്ച് കൊടുക്കണേ. ഒരു കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ലോക്ക് ചെയ്തപോലെ ഒന്ന് ലോക്ക് ചെയ്യാം. ഗ്യാസ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ഡബിൾ സൈഡ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇത് തുറന്നു മാറ്റിക്കാനാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഭയങ്കര ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഹൈഫൻ പോലെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെട്ടിച്ച് ക്ലോസ് ചെയ്യുകയാണ്. നമുക്കിത് വേണ്ട ഒക്കേഷനിൽ ആൾക്ക് കൊടുത്തിട്ട് ആ കോയിൻ വെച്ച് സ്ക്രാച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സർപ്രൈസ് ആവും. പിന്നെ ഇത് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് അല്ലേ, കൂടുതൽ പേർക്കും ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാണ് കൊടുക്കണമെങ്കിൽ
ആൾക്ക് നല്ല സന്തോഷമായിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, പ്രത്യേകിച്ച് ഒരു ഒക്കേഷൻ ഇല്ല, ഞാൻ വെറുതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതാണ്. ഓക്കെ, നമുക്കിതാ ഓപ്പൺ ചെയ്യാം. അതുപോലെ അപ്പോൾ അതാ സ്ക്രാച്ച് മീ ആൻഡ് സീ ദ മിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോയിൻ വെച്ചത് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. ഫുൾ നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏത് ഒക്കേഷൻ ആണെങ്കിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഇത്രയുള്ള എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടാക്കാൻ ജസ്റ്റ് 5-6 മിനിറ്റ് മതി. 10 മിനിറ്റ് മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ബർത്ത്ഡേ ആയുള്ള ആൾക്കോ അങ്ങനെ ആർക്കെങ്കിലും കൊടുത്ത് നോക്കുക. അവർക്ക് എന്തായാലും സന്തോഷം കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇത്രയുള്ള എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.